അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെ എന്താണ് നമ്മൾ കിച്ചണിൽ ഉണ്ടാക്കുന്നതിൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ എന്താണെന്നില്ല ഒന്ന് കണ്ടുപോയിക്കോളട്ടെ. എല്ലാവരും എത്ര ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് എന്നൊന്ന് നോക്കിക്കോളി. അപ്പോൾ ആദ്യം തന്നെ കാണിക്കണത് ഇപ്പം എന്താണ്, മത്തങ്ങ ചെത്തി ഉണ്ടാക്കണത്. മത്തനും മമ്പയറും കൊണ്ടുള്ള കറിയായിരിക്കും ഒന്ന്. പിന്നെ ഇവിടെ ഒരാൾ പുല്ല് വെട്ടുകയല്ല, സലാഡിനുള്ള വെട്ടുകയാണ് കേട്ടോ. സലാഡിനുള്ള ലെറ്റൂസ്, കുക്കമ്പർ, ക്യാരറ്റ് അതെല്ലാം ഇട്ട് സലാഡിനുള്ളതാണ്. മത്തങ്ങ ചെത്തി ഉണ്ടാക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന വേണം കേട്ടോ. അതിൻ്റെ തൊലി ചെത്തി എടുക്കണമെങ്കിൽ, നല്ല മൂത്ത മത്തങ്ങയാണെങ്കിൽ അതൊന്ന് ചെത്തി റെഡിയായി വരണമെങ്കിൽ നല്ല പണിയാണ്. കാരണം 150 കിലോ ചെത്തി എടുക്കണമെങ്കിൽ കുറച്ച് നേരം ചെത്തി എടുക്കണ്ടേ. ചെത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസമല്ല, കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഈ തൊലി ചെത്താൻ മാത്രമാണ് കുറച്ച് പ്രയാസം. അപ്പോൾ അതിൻ്റെ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം, എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ. ഒരു ദിവസത്തെ ഒരു നേരത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതേമാതിരി ലഞ്ചിനും ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കോളെ. ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഉണ്ടാക്കുന്ന വീഡിയോസുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടോളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ കിച്ചണിൽ എന്തൊക്കെയാണെന്നുള്ള ഒരു ഐറ്റംസുകളാണ് കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം തൊലി എത്തിയെടുത്തുകൊണ്ട് ഇനി അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എടുക്കണ്ടേ, ഉള്ളിലുള്ള കുരുവും അതൊക്കെ എടുക്കണം. അതെല്ലാം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കട്ട് ചെയ്യാൻ പണിയില്ല. കട്ടിങ് വേറെ എളുപ്പമുണ്ട്. തൊലി എത്തി കിട്ടാനാണ് കുറച്ച് പ്രയാസം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന്, ഇതിലേറെ എളുപ്പത്തിൽ തൊലി എത്താൻ പറ്റുന്നെങ്കിൽ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ, ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അതേമാതിരിയാണ് ചെയ്താൽ മതിയല്ലോ. പലവർക്കും പല ഐഡിയകളും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെടുത്ത് ആരെങ്കിലും ഇത് കാണുന്നവരെടുത്ത് ആരെടുത്തേലും വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. വെട്ടി നുറുക്കാൻ വലിയ പ്രയാസമല്ല, പെട്ടെന്ന് വെട്ടി നുറുക്കാം. പ്രയാസമല്ല, തൊലി കളയാൻ തന്നെയാണ്. അപ്പോൾ ഒരു വെജിറ്റബിൾ ഇതാണ് മത്തങ്ങ. പിന്നെ അതിൻ്റെ കൂടെ മമ്പയർ. മത്തനും മമ്പയറും അല്ല എല്ലാവരും വെക്കൽ, അതുതന്നെയാണ് ഇവിടെ ഉണ്ടാകുക. പിന്നെ ഇവിടെ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇടും കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് അതൊക്കെ റെഡി ആകുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങനെ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം. എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിക്കോളും. കിച്ചണിൽ നടക്കുന്ന പരിപാടികൾ. ഒരു കിച്ചണിൽ ഒരു ദിവസം 10,000-1500 ആൾക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം ഐറ്റംസുകൾ കട്ട് ചെയ്ത് ഉണ്ടാക്കണം അല്ലേ. ഹോട്ടൽ പണി എന്നാൽ സുഖമാണെങ്കിലും എന്നാൽ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും. നമ്മളത് ഹോട്ടലല്ല കേട്ടോ, കാറ്ററിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര ആൾക്കാർ എന്നുള്ളൊരു കണക്കുണ്ടാവുക. ആ ആൾക്കാർക്കുള്ളത് റെഡിയാക്കി വെച്ച് പണിയെടുത്ത് തീർത്ത് പോകാം. ഹോട്ടലിൽ പിന്നെ അത് പറ്റൂല. ഹോട്ടലിൽ ഇങ്ങനെ കാവൽ വെക്കണം. അപ്പോൾ അത് അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഇവിടെ ഒരാൾ ഉരുളക്കിഴങ്ങ് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് എല്ലാറ്റേക്കും കുറച്ച് വേണ്ടി വരും. അപ്പം കുറേ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇവരെന്താ ഇപ്പോൾ ഇരുന്ന് ചെയ്യണോ, ഇതൊക്കെ പാടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ കാല് കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരെ പണി ഓരോരുത്തർ എങ്ങനെ എടുക്കാൻ പറ്റും എളുപ്പത്തിൽ അത് ചെയ്യും. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരുന്നിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു സുഖമാണ്. അപ്പോൾ അവിടെ നിന്ന് പോകുന്ന പിന്നെ ഉച്ചയ്ക്കുള്ള ചിക്കന് കട്ട് ചെയ്യണോടത്തേക്ക് എത്തിക്കണേ നമ്മൾ. ഇവിടെ 2 ആൾക്കാർ, ഒരാൾ അതിൻ്റെ തൊലി എടുത്ത് വലിച്ച് കീറുന്നുണ്ട്, ഒരാൾ കട്ട് ചെയ്യണമുണ്ട്. അവർക്കും കണ്ടമാനം ചിക്കൻ കട്ട് ചെയ്യാനുണ്ടാവും. അവർ 2 പേരെ പണി അതാണ്, ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ ഉണ്ടാവും, മീനുണ്ടാവും, ബീഫ് ഉണ്ടാവും, മട്ടൻ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും കേട്ടോ. ഓരോ ദിവസങ്ങളിൽ ഓരോന്നുണ്ടാവും. ഒരു ദിവസം ഓരോന്നല്ല, ഒരു ദിവസം 2 നേരത്തിൽ 2 ഐറ്റംസ് ഉണ്ടാവും.
അപ്പോൾ ഇവിടുത്തെ ചിക്കൻ നമ്മളെ നാട്ടിലെ ചിക്കൻ കടയിൽ പോയിട്ട് അറുത്ത് കൊണ്ടുവരുന്നതല്ലല്ലോ, ഇവിടെ മറ്റേ ഫ്രീസർ ചിക്കനാണ് വരിക. അപ്പോൾ അത് കുറച്ച് ഐസൊക്കെ ഉണ്ടാവും. വൈകുന്നേരമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രി കട്ട് ചെയ്യണം. വെള്ളത്തിലിട്ടൊക്കെയല്ല, ഫ്രീസറിനടുത്ത് പുറത്ത് വെക്കുക. പിന്നെ കട്ട് ചെയ്യണ സമയത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ പണി നടക്കുന്നുണ്ട്. പൊറോട്ടൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടോളുണ്ടോ. പൊറോട്ട പണി ഈ പറഞ്ഞ മാതിരി കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് കേട്ടോ. ഇത് ബോൾ പിടിക്കലും പരത്തലും വീശി വെക്കലും ചുട്ടെടുക്കലും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഭക്ഷണം പൊറോട്ട. പക്ഷെ അത് പണിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. ഏതായാലും അപ്പോൾ അങ്ങനെ അതുമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പൊറോട്ടയും കടലക്കറിയാണ്. വെള്ളക്കടലയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ ഉച്ചക്കത്തെ പരിപാടിൻ്റെതാണ് കേട്ടോ ഈ കാണിക്കുന്ന. ഉച്ചക്കുള്ള ചിക്കന്, പിന്നെ ഇതൊരു സബ്ജി, 2 ഐറ്റം ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വെജിറ്റബിളാണ്, ഒരു വെജിറ്റബിൾ കറി ഉണ്ട്. ഇത് ചിക്കൻ കറി, ഇത് കുറച്ച് കറിയോട് കൂടിയുള്ള ചിക്കനാണ്. മറ്റേത് ആദ്യം കാണിച്ചത് കുറച്ച് കറി കുറവായിരിക്കും, കുറച്ച് ടൈറ്റായിട്ട്. അപ്പോൾ അങ്ങനെ 2 ഐറ്റം ചിക്കൻ കറി, പിന്നെ ഒരു വെജിറ്റബിള്, പിന്നെ ഒരു പരിപ്പ് കറി ഉണ്ടാവും. പരിപ്പ് കറി ഞാൻ കാണിച്ചിട്ടില്ല, ഇതിൽ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഒരു പരിപ്പ് കറി, ഒരു ചിക്കന്, വേറൊരു വെജിറ്റബിള് അതുണ്ടാവും. പിന്നെ റൈസ്, ഇത് പാകിസ്ഥാനി റൈസാണ് കേട്ടോ. അപ്പോൾ എത്ര ഐറ്റംസുകളാണ് ഒരു കിച്ചണിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് നോക്കുന്നുണ്ട്. പാകിസ്ഥാനികളെ റൈസാണ്, അല്ല ബിരിയാണി ഒന്നല്ല. പാകിസ്ഥാനികളെ റൈസ് പറഞ്ഞാൽ അവർ നമ്മളെ ചോറ്, സാധാ ചോറ് കഴിക്കണ മാതിരി കഴിക്കൂല. അവർക്ക് എന്തെങ്കിലുമൊക്കെ അല്ല ഗീ റൈസ് മാതിരി ആക്കിയിട്ട് വെച്ചാൽ കഴിക്കുക, അതാണ് അവർ കഴിക്കുന്നത്. അവരെന്ത് ഭക്ഷണത്തിലും കുറച്ച് ഓയിലും നെയ്യൊക്കെ വേണം, അപ്പോഴേ അവർക്ക് തൃപ്തിയാവുള്ളൂ. നമ്മളെ ആൾക്കാരാണെങ്കിൽ ഓയിൽ കണ്ടാൽ ഓടിപ്പോവും, ഉരുളക്കിഴങ്ങ് കണ്ടാൽ ഓടിപ്പോവും. അവർക്കൊക്കെ ഈ 2 സാധനം അല്ലാതെ അവരോട്ട് ഫുഡ് കഴിക്കൂല. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോന്നു. പിന്നെ ഉള്ളത് നമ്മളെ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി 2 നേരത്തിനും ഉണ്ടാവും. രാത്രിക്കൊക്കും ചപ്പാത്തി ഉണ്ടാവും, ഉച്ചക്കൊക്കും ചപ്പാത്തി ഉണ്ടാവും. അപ്പോൾ ഉച്ചക്കത്തെ ചപ്പാത്തിൻ്റെ പണിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. മൊത്തത്തിലുള്ള കിച്ചണിലുള്ള ഒരു നേരത്തെ 2 നേരത്തെ ഭക്ഷണം എങ്ങനെയാണ് എന്തൊക്കെയാണെന്നില്ല ഒന്ന് എടുത്ത് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബറൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ മുത്തുമണികളൊക്കെ ആണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ നോക്കി ഒന്ന് ഹാൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ മണി താഴെ ഓക്കെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും